പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവം നമ്മളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെ വിലയിരുത്തുന്നൊരു രീതി ഓരോ നൽകപ്പെട്ട ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കും പിന്നീട് ഭാവിയിലേക്കുമൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ വിശ്വാസ വളർച്ച അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ദൈവം ഈ ആത്മപരിശോധന നമ്മൾ നടത്തിയില്ലെങ്കിലും നടത്തണുണ്ട്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്തുകയും നമ്മളെ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമാണത്. പല ആൾക്കാരുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ദേ ആർ ഔട്ട് ഓഫ് സിലബസ്, ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്താണ്. ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ്, ഒരു കലാമിറ്റി. നമ്മുടെ വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവിക്കത്തില്ലേ, കോവിഡ്, വെള്ളപ്പൊക്കം, അതുപോലെയൊക്കെയുള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി, ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള, ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ശ്രമങ്ങൾ അത് പലപ്പോഴും വേജമാകാനുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. വിശ്വാസ ശ്രമങ്ങൾ ചില സമയത്ത് ചിലർക്ക് വേജമായ ശ്രമങ്ങൾ നടത്തും. അത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വിഷയം ഓറിയൻറ്റഡായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വേജനാകണത്. നമ്മളെപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും, ദൈവവുമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒന്നെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വിൽപ്പന, ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. കാര്യം ദൈവമല്ല നിൻ്റെ വിഷയം, ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം. ഇത് ഭയങ്കര ദുരന്തമാണ്, ഇത് വല്ലാത്ത ദുരന്തമാണ്. ഒന്നാമതൊരു ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും. കുറേ നാൾ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഉടമ്പടി പെർഫെക്റ്റായിട്ട് ആ ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട്. അതാണ് വിഷയം. ഇപ്പം ഇന്നൊരു സാക്ഷ്യമുണ്ടായി. മഞ്ജു മാട്ടർ എന്നും പറഞ്ഞ അങ്കമാലിക്കാരത്തിയാണ്. അവർ പറയണത് അവരുടെ വീടിങ്ങനെ ജപ്തിയായി കിടക്കുന്നു എങ്കിലും കർത്താവ് അവരോട് പറയും, നീ കൊലുസൊക്കെ വിറ്റ്, നിൻ്റെ പാദസരമൊക്കെ വിറ്റ്. അപ്പോൾ അവൾ കർത്താവിനോട് ചോദിക്കും, അവൾക്ക് ചിരി വരും, കർത്താവ് ഇങ്ങനെ പാദസരത്തിലൊക്കെ ഇടപെടുക എന്ന് പറയും. അതായത് ദൈവം വളരെ സിമ്പിളാണ്. നമ്മളുടെ ജീവിത സാഹചര്യം സിമ്പിളാണെങ്കിൽ ആ സിമ്പിളായ ജീവിത സാഹചര്യവുമായിട്ട് ദൈവം നമുക്കൊരു മെസ്സേജ് തരും. ഇപ്പം യെരമ്യായ്ക്കും പ്രവാചകന്മാർക്കൊക്കെ മെസ്സേജ് കൊടുത്തില്ലേ? അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാകണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനും ഇങ്ങനെ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെ മരിക്കരുത് ഒരിക്കലും. അങ്ങനെ മരിച്ചാൽ അത് ഒരു ഗതികെട്ട മരണമായിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന്
പാമ്പ് കടിച്ച് മരിച്ചെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അവർ ചിലർ പറയും അയ്യോ അത് ദുർമരണമായിപ്പോയില്ലാന്ന്. അതപ്പോൾ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. എന്നാലും ഒരു സമാധാനപൂർണ്ണമായ മരണമല്ലല്ലോ അത്. ഇതുപോലെ തന്നെയാണ് എപ്പോഴും നീ അളിഞ്ഞ മോന്തയുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ മാത്രം ചോദിച്ചും പ്രാർത്ഥിച്ചും നേടിയൊക്കെ അവസാനം മരിക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് മരിച്ച പോലെ ഇരിക്കും. എനിക്ക് മനസ്സിലായില്ലേ സംഭവം? കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകും. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഉടമ്പടി എത്രയോ വർഷങ്ങൾ എടുത്ത് ദൈവം ഇന്നത്തെ രീതിയിൽ, ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് 500 കൊല്ലം ആധ്യാത്മിക ചരിത്രം, ലോക ചരിത്രം പരിശോധിക്കും. 500 കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം. 500 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, എന്താണ് ഇന്നത്തെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചത്, ഇന്നത്തെ പ്രാർത്ഥന എന്താണ്, അന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസം എന്താണ്, എന്തെങ്കിലും കാതലായ വ്യത്യാസം പ്രാർത്ഥന രൂപത്തിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം, ഇപ്പോൾ പണ്ട് എപ്പോഴും ഈ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവ മനുഷ്യ ബന്ധത്തിന് പുതിയ സോഫ്റ്റ്വെയർ വരണ പോലെ പുതിയ ഫോർമുലകൾ, സൂത്രവാക്യങ്ങൾ വരും. പക്ഷേ ഈ 500 കൊല്ലമായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥന അപ്ഡേഷൻസ് എല്ലാം മുമ്പ് ചെറിയ സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഉടമ്പടി ഒരു ലീപ്പാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി ഒരു നടന്ന് വന്ന ആൾ പറന്നു പോയ പോലെ ഇരിക്കുന്ന ഒരു വിസ്മയമാണ് ഉടമ്പടി സംഭവിച്ചത്. ആധ്യാത്മികതയിൽ നടന്ന് വന്നയാൾ പെട്ടെന്ന് പറന്ന് പോകുന്ന ഒരു വ്യത്യാസമാണ് പഴയകാല പ്രാർത്ഥനാ രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ളത്. അതിൻ്റെ പ്രകടരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഒരു വിശ്വാസമില്ലായിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിശ്വാസം കത്തിക്കയറുകയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ജീവിക്കുന്നുണ്ട് ആൾക്കാർ. സുവിശേഷം, ഞാൻ അറിഞ്ഞ വിശ്വാസം. ഇപ്പം കരിസ്മാറ്റിക് കാലം നമുക്ക് തുടങ്ങിയത് 1975 തുടങ്ങിയത്. 1975 ഒരു 2015 അതിൻ്റെ പീക്ക് പോയിൻ്റ് കഴിഞ്ഞ് 109 ധ്യാനകേന്ദ്രങ്ങളിലൂടെ ലോകവ്യാപകമായ രീതിയിൽ സുവിശേഷ മുന്നേറ്റക്കാലം ഉണ്ടായി. ആ ഒരു കാലത്തിൻ്റെത് വരുന്ന ഒരു വിഷയം ഒന്ന്, അവിടെയും വിശ്വാസ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു 50 പേര് ധ്യാനം കൂടിയാൽ 5 പേരായിരിക്കും ചിലപ്പോൾ ആ വളർച്ച ധ്യാനം, പ്രാരംഭ ധ്യാനം കൂടും 50 പേര്. അതിൽ നിന്ന് 5 പേരായിരിക്കും ചിലപ്പോൾ വളർച്ചാ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 3 പേരായിരിക്കും ചിലപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 2 പേര് പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടും. അതിൽ നിന്ന് ഒരാൾ വരദാനങ്ങളുടെ ധ്യാനം കൂടും. അയാളാണ് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. അപ്പം 50-ൽ 1 ഉള്ളൂ അവിടെ. ഉടമ്പടിക്ക് അങ്ങനെയല്ല. ഉടമ്പടിയിൽ വത്തിക്കാൻ സുനോദോസിൻ്റെ എവരി ബാപ്റ്റൈസ്ഡ് ഈസ് ബേസിക്കലി എ മിഷണറി. അത് വത്തിക്കാൻ സുനോദോസ് പിതാക്കന്മാർ കൂടിയെടുത്തപ്പോൾ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ വത്തിക്കാൻ സുനോദോസ് ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. അതിൽ സഭയുടെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ജ്ഞാനസ്ഥാനപ്പെട്ടാൽ അയാൾ ആ ജ്ഞാനസ്ഥാനത്തെ തന്നെ അയാൾ മിഷണറി ആണെന്ന്. ഇതാണിപ്പോൾ ഉടമ്പടി വന്നിരിക്കുന്നത്. ഉടമ്പടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ അയാൾ അന്ന് മുതൽ അയാൾ മിഷണറിയാണ്. എന്താ കാര്യം? അയാൾക്ക് ഒന്നെങ്കിൽ അയാൾ അനുഭവങ്ങൾ പറയാതെ നടക്കണം, അല്ലെങ്കിൽ അയാൾ അനുഭവങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അയാൾക്ക് പ്രിൻ്റ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്, കൃപാസനം പത്രം. അത് 100 സാക്ഷിയുണ്ട്. അത് ഇയാളത് കുത്തിയിരുന്ന് വായിക്കണം. വായിച്ചിട്ട് ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരോട് പോയി പറയണം. ഉടമ്പടി എടുക്കുന്ന ഓരോ മനുഷ്യനും ഒരെണ്ണം മിഷണറി, അന്ന് തന്നെ മിഷണറിയായി മാറുകയാണ്.
അതിലൂടെ ഭയങ്കരമായ അവരുടെ പേടി മാറി, ആശങ്ക മാറി. തന്നെയല്ല, ആത്മീയ ജീവിതത്തിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് അവർ മാറി. അതാണ് എൻ്റെ വിഷയം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 100 കൊല്ലമൊക്കെ ജീവിച്ചാലും, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അമ്മാമ്മ 107 വയസ്സ് ജീവിച്ചെന്നൊക്കെ പറയത്തില്ലേ. ഈ 107 വയസ്സല്ല, ഇനി 1000 വർഷം അമ്മാമ്മ ജീവിച്ചാലും ഒരാളെപ്പോലും കർത്താവിലേക്ക് വിശ്വാസം കൈമാറി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. അവർക്കും വിശ്വാസം കൈമാറുന്നില്ല. ഇവർക്ക് എത്ര കൊല്ലം ജീവിച്ചെന്നല്ല പ്രശ്നം, എത്ര കൊല്ലം എത്ര പേരിലേക്ക് വിശ്വാസം കൈമാറി എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രയും, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നടന്ന് വന്നയാൾ പറന്ന് പോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പെട്ടെന്നാണ്. ഇനി ഇയാളിങ്ങനെ വിശ്വാസം കൈമാറിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഉടനെ വരാൻ പോകുന്നത്, ദൈവം ആദ്യം ഒരു മനുഷ്യൻ ദൈവത്തിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉടനെ കിട്ടും. അതെന്താണ്? അനുഗ്രഹങ്ങളാണ്. അതാണ് ഈ ഉടമ്പടി ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായി ദൈവത്തെ അന്വേഷിച്ച് വിശ്വാസം കൈമാറുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യമേ കിട്ടും. ഇന്നിപ്പോൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞ്, ഡേവിഡ് കൽപ്പറമ്പ്. അപ്പോഴേ അയാളെ എന്നെ കാണാൻ വന്നായിരുന്നു ഇവിടെ, സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. ഇപ്പം ഇയാളുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാളുടെ കൊച്ചിനെ കാണിച്ച്, അപ്പോൾ ഞാൻ അയാളുടെ ചീട്ടയെ നോക്കി, കുഞ്ഞിന് ഓട്ടിസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ കൊച്ചിനെന്താ? കൊച്ചിന് ഓട്ടിസമാണ് വെച്ചാൽ. അപ്പോൾ ഓട്ടിസം മാറിയത് നിങ്ങൾ കുറച്ച് മുമ്പ് അവിടെ നിന്ന് പ്രസംഗിച്ചതാ, സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഈ ഓട്ടിസം എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഓട്ടിസം മാറി എന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടിസമാണെന്നും പറഞ്ഞ് കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് ഓട്ടിസം മാറിയ കൊച്ചിനെ എന്തിനാ പിന്നെ കൊണ്ടുവന്ന് ഓട്ടിസമാണെന്ന് കാണിക്കണേ? അപ്പം നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിച്ചാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയല്ല ചാ, ഇവരിങ്ങനെ അല്ലായിരുന്നു. ഇവൻ ജനിച്ച കാലം മുതൽ ഇവൻ ആൾക്കാരെ തുപ്പും. ഓട്ടിസം കയറി ഭ്രാന്ത് പിടിച്ചിട്ടേ കാണുന്നവരൊക്കെ തുപ്പും. ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കർണം പോച്ചുകളെ ആൾക്കാരടിച്ച്, അത്ര തുപ്പണത്. പിന്നെ വയലൻ്റാണ് ഇവൻ, വല്ലാത്ത വയലൻ്റാണ്. ആൾക്കാരെ കാണും പറിക്കും. സ്കൂളിലൊക്കെ പോയാൽ ബെഞ്ചൊക്കെ മറിച്ചിടും, പിള്ളേരെ ഉപദ്രവിക്കും. ഉച്ചവരെ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ വീട്ടിലേക്ക് വിളി വരും, കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര ഇവർക്ക്. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി ഇത് കൂടുകയുള്ളൂ, കുറയത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന് ഈ ഓട്ടിസത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അസസ്മെൻ്റാണ്, ഈ ഒരു സ്വഭാവം കാണിക്കുന്നവർ ഇനി അത് കൂടുകയുള്ളൂ, കുറയത്തില്ലെന്ന് പറഞ്ഞ്. അപ്പം പിന്നെ തീർന്നില്ലേ? വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ ഇനി. ഇത് കൂടിയുള്ള അവസ്ഥ എന്താ? ഇവൻ വളരുകയും ചെയ്യും, ഈ തുപ്പലും കൂടും, ആൾക്കാരെ എടുത്ത് നിലത്തിട്ട് അടിക്കണതും കൂടിക്കഴിഞ്ഞാൽ ഇവൻ ആൾക്കാർ പഞ്ഞിക്കിടുകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വന്തം അപ്പം തന്നെ ഇവനെ വെടിച്ചു കൊല്ലും. അത്ര രീതിയിലാണ് മനുഷ്യന് സമാധാനം ഇല്ലാത്ത അവസ്ഥ വരണത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഇത് മാറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ ഓട്ടിസമാണെന്ന് പറഞ്ഞ് വരണത്? അച്ഛാ, ഇവനൊന്ന് സംസാരിക്കണം. ഇപ്പം ഇവൻ ഒറ്റ ഉടമ്പടിയോടുകൂടി തന്നെ ഞങ്ങൾ ഉടമ്പടി തൈല ഇവൻ്റെ നാക്കിൽ തൊട്ട് അപ്പം തന്നെ തുപ്പൽ നിന്ന്. എത്രയോ 5-6-7 വർഷമായിട്ട് നാട്ടുകാരെ തുപ്പിക്കൊണ്ട് നടന്ന പാർട്ടിയാണ്. അപ്പം തന്നെ തുപ്പൽ നിന്ന്. പിന്നെ ഇവൻ ഭയങ്കര വിഗ്രസൻ, വയലൻ്റായിരുന്നു. ആൾക്കാരുമായിട്ട് എപ്പോഴും കുസ്തിയും പിടുത്തവും അടിയും അക്രമവുമാണ്. അതെല്ലാം പോയി. ഇപ്പം ഇവൻ പക്ക പഞ്ചപാവൻ സൈലൻ്റായിപ്പോയെന്ന് പറഞ്ഞു. അവൻ സൈലൻ്റായാൽ തന്നെ ഓട്ടിസം തീർന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാം അതൊക്കെ ഇവിടെയൊക്കെ പിള്ളേർ വരുമ്പോൾ അപ്പന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ കവച്ചകത്ത് വെച്ച് തലയും കാലും, ഒരു കാലം ഇപ്പുറത്തും ഒരു കാലം അപ്പുറത്തും തല ഒടിച്ച് മടക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയായിരുന്നു ഇവിടെ. അത്രയും പിള്ളേരാണ് ഇവിടെ വരണത്. പക്ഷേ ഈ ഒരു ഒറ്റ ഉടമ്പടിയോടുകൂടി കുഞ്ഞ് 90% ഓക്കെയാവും. 90%. ഞാൻ അപ്പന് അത്രയും ആശ്വാസമാണ്. ഇനിയിപ്പോഴുള്ള പറഞ്ഞാൽ ഇവനൊന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇപ്പോൾ ഗ്രോത്ത് കർത്താവ് തൊട്ടില്ലേ? ഞാൻ പറഞ്ഞ കർത്താവ് തൊട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ദൈവത്തിനൊന്ന് തൊട്ടാൽ മതി. അതാണ് വിഷയം. ദൈവത്തിനെ തൊടത്തില്ല, അതാണ് പ്രശ്നം. അതായത് കർത്താവ് നമ്മളെ തൊട്ടാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ നമ്മൾ കർത്താവിനെ തൊടണം. അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ വിജ്ഞാനവും പഠിക്കണം. കർത്താവിനെ തൊടണമെങ്കിൽ ബൈബിൾ ഒത്തിരിയേറെ, ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ ദൈവത്തോട് കാണിക്കണത് വിഷയാധിഷ്ഠിതമാണോ വ്യക്തിയാധിഷ്ഠിതമാണോ എന്ന് ദൈവത്തിന് ഒരു അസസ്മെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമല്ല. വീട്, ജോലി, വിവാഹം, വിസ, ജപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണെന്നുള്ളത് ദൈവത്തിന് തോന്നിയ കർത്താവിനെ തൊട്ടതുപോലെയാവും. അതറിയണമെങ്കിലുണ്ടല്ലോ, ഈ ശ്രീഭണ്ഡാരത്തിൽ കുറേ ആൾക്കാർ വന്ന് ചാക്ക് കണക്കിന് പൈസ എടുത്തില്ലേ? അവരാരും കർത്താവിൻ്റെ ഹൃദയത്തെ അവർക്ക് സ്പർശിക്കാൻ ഒത്തില്ലല്ലോ. അപ്പോൾ ഒരു വലിയമ്മ വന്നിട്ട് ഒരു പൈസ ഇട്ടല്ലേ? അത് വായിച്ചോന്ന്. ലൂക്ക 21:1-2 തിരുവചനങ്ങൾ. 21:1-2 തിരുവചനങ്ങൾ. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അവൾക്ക് ദൈവമാണ് പ്രശ്നം, വിഷയമല്ല. താൻ ആർക്കാണ് കൊടുക്കണതെന്ന് പറയുമ്പോൾ തനിക്ക് അന്ന് പട്ടിണിയാണെങ്കിൽ പോലും അതിനേക്കാൾ വലുതാണ് ദൈവം എന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തിബന്ധം ദൈവമായിട്ടുണ്ട്. ഇത് കർത്താവിനെ തൊടുന്നൊരു പരിപാടിയാണ്. കർത്താവ് നമ്മളെ തൊടുന്നതിനേക്കാളും അതുപോലെ തന്നെ പ്രധാനമാണ് കർത്താവിനെ നമ്മൾ തൊടുന്നത്. നമ്മൾ തൊടണമെങ്കിൽ കർത്താവ് നമ്മളെ തൊടണമെങ്കിലും നമ്മൾ കർത്താവിനെ തൊടണമെങ്കിലും ഈശോയ്ക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നണം. അതൊരു വിഷയബന്ധിയായിട്ടല്ല നമ്മൾ ഇപ്പം ആദ്യകാലങ്ങളൊക്കെ നമുക്ക് വിഷയബന്ധിയായിട്ട് ജീവിക്കാം. നമ്മുടെ എന്തെങ്കിലും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം വിഷയബന്ധിയാണ്. പക്ഷേ നമ്മൾ 10-50 വയസ്സാകുമ്പോഴും വിഷയബന്ധിയായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അങ്ങ് ഒരാളായിട്ട് കരുതത്തില്ല. നമ്മളുടെ വിഷയങ്ങൾക്ക് ദൈവം വില കൊടുക്കത്തുമില്ല. അതുകൊണ്ട് ഈ പടിപടിയായിട്ട് അതൊരു ഈ ഉടമ്പടിക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഉടമ്പടി നമ്മളെ കൊണ്ട് ഒത്തിരി ഹോംവർക്ക് ചെയ്യിക്കും. നമ്മൾ ഉടമ്പടിയുടെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൻ്റെ കൂടെ നിന്ന് കൊടുക്കാനുള്ള ദൈവസ്നേഹം ഉണ്ടായാൽ മതി. ആ ഉടമ്പടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. അതായത് പ്രേക്ഷിത പ്രവർത്തനം, വിശ്വാസ കൈമാറ്റം, വിശ്വാസ പ്രയോഗം, വിശ്വാസ പ്രഖ്യാപന, വിശ്വാസ പ്രാർത്ഥന, ഇങ്ങനെ അതിൻ്റെ സമ്പൂർണമായിട്ടൊരു വ്യക്തി ദൈവത്തിൽ വളരാൻ പറ്റിയ, ഇങ്ങനെ ഈ കഴിഞ്ഞ 1000 കൊല്ലമായിട്ട് ഇപ്പം നൊവേനയില്ലേ, നമ്മുടെ നൊവേനകളെന്ന് പറയുമ്പോൾ ആദിമകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന നൊവേനയാണ്. ശരിക്കും 9 ദിവസത്തെ പ്രാർത്ഥന.
നമ്മൾ 10-ാം തിരുനാളെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വരുന്ന ദിവസത്തിൻ്റെ 9 ദിവസമാണ് മാതാവും അപ്പോസ്തലന്മാരും കൂടി സെക്കേന് ഉട്ടുശാലയെ പ്രാർത്ഥിച്ചതാണ് 9 ദിവസം. അതാണ് നൊവേനയുടെ അടിസ്ഥാനം. നൊവേന ആദ്യം മുതലേ ഉള്ളതാണ്. പിന്നീട് നമുക്കൊരു 12-ാം നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ അപ്പാരിഷൻസൊക്കെ വന്നില്ലേ, കുറേ അപ്പാരിഷൻസ് വന്ന്. ഇപ്പം കൃപാസനം ഇപ്പം നിങ്ങൾ വന്നിരിക്കണേ എന്തുകൊണ്ടാണ്? ഇതൊരു ധ്യാന കേന്ദ്രമായതുകൊണ്ടും തീർത്ഥാടന കേന്ദ്രം, ഇത് ധ്യാന കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രമല്ല, ഇത് പ്രത്യക്ഷീകരണ സന്നിധാനമാണ്. 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇവിടെ ആരാധന ഇതുപോലെ എഴുന്നള്ളിയിരിക്കുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് 10 കൊല്ലം ഞങ്ങൾ പ്രൈവറ്റായിട്ടാണ് പ്രാർത്ഥിച്ചത്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി. 10 കൊല്ലം 2004 കഴിഞ്ഞ് 2014 ആയപ്പോൾ വേറെ ഒരു 2011 വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി. ഇസ്രയേലിൽ പോയപ്പോൾ ഇസ്രയേലിലെ അമ്മയുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കറുത്ത കൊന്തയുമായി നടന്ന് ഞാൻ ഇസ്രയേലും മുഴുവൻ അമ്മയുടെ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥയാത്രയായി പോയി പ്രാർത്ഥിച്ച് എല്ലാ സ്ഥലങ്ങളിലും മുട്ടിയെന്നും തന്നെയാണ് പ്രാർത്ഥിച്ചത്. 10 ദിവസം എടുത്ത് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എനിക്ക് വേറെ എൻ്റെ കൂടെ 10-30 പേരുണ്ടെങ്കിലും ഞാൻ ആരെയും മൈൻഡ് ചെയ്തില്ല. അപ്പം ഞാനും വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതി പ്രാർത്ഥിക്കും. ഞാൻ സെലക്റ്റീവ് പ്രെയറായിരുന്നു. ഞാൻ ഈശോ ജ്ഞാനസ്ഥാന സ്ഥലത്ത് ചെന്ന് മുട്ടുകുത്തി വെള്ളത്തിലിറങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നെ ഈശോയുടെ കുരിശിൻ്റെ വഴികളിലെല്ലാം പോയി പാഷൻ കൊന്ത ചൊല്ലി, പീഡാനുഭവ കൊന്ത ചൊല്ലി. പിന്നെ ഈശോ അമ്മ ഉണ്ടായിരുന്ന നസ്രത്ത് വീട്ടിൽ പോയി 3 മണിക്കൂർ ഇരുന്ന് അമ്മയുടെ അടുക്കളയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്. നസ്രത്തിൽ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും നസ്രത്തിൽ പോയി. അപ്പം നസ്രത്തിലെ അമ്മയ്ക്ക് മംഗളവാർത്ത കൊടുത്ത ആ വലിയ പള്ളിയുടെ പള്ളിയുടെ അകത്ത് നിലവറയിൽ ഒരു എത്യോപ്യക്കാരൻ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബ്രദറാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കസ്റ്റോഡിയനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ് ഇദ്ദേഹമാണ് എൻ്റെ കസ്റ്റോഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് മംഗളവാർത്ത അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടി. മാലാഖ ഗബ്രിയേൽ ദൂതൻ അമ്മയോട് സംസാരിച്ചു. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് അകത്താക്കി അത് നിലവറയിലാണ്. ആ ദേവാലയത്തിൻ്റെ നിലവറക്ക് വേറെ പൂട്ട് വെച്ചിരിക്കുകയാണ്. അതൊരു എത്യോപ്യക്കാരൻ്റെ കയ്യിലാണ് സഭ താക്കോല് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചാണ് ചെന്നത്. നഷ്ടത്തിൽ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ അമ്മയുടെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പോയപ്പോൾ ഈ എത്യോപ്യക്കാരൻ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് അച്ഛൻ പറഞ്ഞ് ഇത് ഒരു ധ്യാനഗുരുവാണ്, യോപ്പായിലും ടെല്ലവീവിലും ധ്യാനിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് വന്നതാണ്. ഈ നിലവറ തുറന്ന് അച്ഛൻ അമ്മയുടെ ഒരാളാണ്, ഈ നിലവറ ഒന്ന് അച്ഛനെ തുറന്ന് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എത്യോപ്യക്കാരൻ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തുറന്നു തന്ന് മംഗളവാർത്തയുടെ സ്ഥലം. അപ്പോൾ ഞാൻ മംഗളവാർത്തയുടെ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ട് അവിടെ, അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലത്തീൻ പദമാണ്, അതായത് ഹിക്ക് വെർബും കാരും എസ്ത്, ഇവിടെയാണ് വചനം മാംസമായി. എൻ്റെ അമ്മ ഇത് വായിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാനവിടെ ഇങ്ങനെ ഐസുരുകിയ പോലെ അങ്ങനെ നിന്ന് മുട്ടേ നിന്ന് എന്നിട്ട് വിറച്ച് ഞാൻ ഈ കല്ലേ തൊട്ട്. ഇവിടെയാണ് വചനം മാംസമായത്. വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ നമ്മൾക്കൊന്ന് തൊടാൻ കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മളിങ്ങോട്ട് ആവശിച്ച് പിടിക്കും. ഞാൻ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് വരണം മക്കളെ. അല്ല ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പിള്ളേർ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിട്ട് എനിക്ക് എന്നിട്ട് തന്നതിന് കൊള്ളാം, തരാത്തതിന് മോന്തം കയറ്റി അവർക്ക് കൊടുത്ത്
അവർ കാനഡയിൽ പോയി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ പെയ്തും പെറുക്കിയും പിച്ചും പേയും പറഞ്ഞ് ചെവി ചെമ്പരത്തിയും വെച്ചുകൊണ്ട് ഗതി കിട്ടാ പ്രേതം പോലെ എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് നടക്കണമെങ്കിൽ നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. ഇനിയെങ്കിലും എൻ്റെ ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ദൈവത്തെയാണ് അന്വേഷിക്കണമെന്ന് തോന്നിയാൽ അത് ഞാൻ 10 ദിവസങ്ങൾ ധ്യാനം നടത്തിയില്ലേ, 10 ദിവസങ്ങളിൽ അമ്മയുടെ അടുക്കളയിൽ പോയിരുന്നു. അപ്പോൾ പണ്ടത്തെ 2000 കൊല്ലം മുമ്പുള്ള അടുപ്പുണ്ട്, അമ്മ വെള്ളം കോരിയ കുഞ്ഞ് കിണറുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അരികിൽ പോയിരുന്ന് കൊന്തയിലേക്ക് 1.5 മണിക്കൂർ എല്ലാവരും ഓരോ കാഴ്ച കണ്ട് നടക്കുമ്പോൾ ഞാൻ പോകാതെ ഇവിടെ ഇരുന്ന് കൊന്തയിലേക്ക്. എന്താ കാര്യം? അമ്മ അന്നത്തെ അത്തികടയും ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഉണ്ണീശോയുടെ വായി വെച്ച് കൊടുത്ത സ്ഥലമാണത്. അപ്പോൾ അവിടെ ഔസേപ്പിതാവും ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് കൊന്തയിൽ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷയം, നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ കൈകൾ കൊണ്ട് ദൈവത്തെ തൊടുകയാണ് വിശ്വാസത്താൽ. അപ്പോൾ നമ്മൾ പറയും നമുക്കൊന്നും വേണ്ട, ദൈവത്തെ മതിയെന്ന് പറയും. നമുക്കൊന്നും വേണ്ട എന്ന് ദൈവം. അപ്പം അതിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ, അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്ന ഒരു രൂപം അവിടെ 10,000 മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ നടുക്ക് അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കണ ഭയങ്കരമായ ദിവ്യരൂപമാണത്. നമ്മൾ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കൂ. അവിടെ നമ്മൾ ഉടലോടെ എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുമൊക്കെ ഞാൻ ഈജിപ്തിലോട്ട് പോയി. രാത്രിയായപ്പോൾ ഒരു 3 മണി, ഞാനൊരു കെയ്റോ ഹോട്ടലിൽ ഉറങ്ങുകയാണ്. 3 മണിയായപ്പോൾ ഈ അമ്മ തന്നെ ഒരു 3-4 പേരുടെ അകമ്പടി കൂടി രാജകീയമായിട്ട് ഇങ്ങോട്ട് വരണ കാണാം. വന്ന വരവേ അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇതില്ല 3 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 5 മണി പരുവാണ്. പരവരാ വെളുപ്പം എന്ന് നമ്മൾ പറയണ പോലെ ടൈമാണ്. കാണാം, നമുക്ക് ആളെ കാണാം. അപ്പോൾ ഇങ്ങനെ ഈ രാജകീയമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അമ്മ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ആത്മാവ് പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ വായിൽ അമ്മ വിരലുകൾ താഴ്ത്തുവെന്ന്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ പറയണ്ട. അമ്മ വിരൽ താത്തണമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് അറിവ് തരുന്നുണ്ട്, ഇപ്പോൾ അമ്മയുടെ 4 വിരലുകൾ നിൻ്റെ വായിൽ താഴ്ത്തും. അതുപോലെ തന്നെ അമ്മ 4 വിരൽ കൊണ്ടുവന്നിട്ട് വായിൽ താഴ്ത്തുകയും ഞാനിങ്ങനെ കയറി പിടിക്കുകയും ചെയ്യും. നല്ല പഞ്ഞിപ്പോട് കൂടിയുള്ള ഒരു ചെറിയ ഒരു കുളിർമയാണുള്ളത്. അപ്പോഴേ അമ്മയുടെ മുഖത്തോട് ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നേക്ക് മനസ്സിലാക്കേണ്ടത് 2 മനുഷ്യർ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. അത്രയും ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ഈ കിടക്കുന്ന മനുഷ്യരെ നോക്കുമ്പോൾ ആരാണ്, ഒരാൾ എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു പരിചയമുണ്ട് നമുക്ക് ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. പരിചയമുണ്ട്, ഈ ഫിഗർ അറിയാം നമുക്ക്. പക്ഷെ ഒരു ഫിഗർ വലതുവശത്ത് കിടക്കുന്ന ഫിഗർ ജോൺ മരിയ വിയാനിയാണ്. അത് കട്ടൻ്റെ ഫിഗറാണ്. മറ്റേ ഫിഗർ വ്യക്തമല്ല, പക്ഷെ പരിചയമുണ്ട്. ഓർമ്മയിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ കൈ വായിന്ന് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഒരു ബോധം വേറെ രീതിയിൽ മറിഞ്ഞു പോയിട്ട് ഞാൻ ശ്വാസം എടുത്തും അടക്കിയും പിടിച്ചും എനിക്ക് വല്ലാത്ത പരിഭ്രമമായിട്ട് ഞാൻ ചാടി പുറത്ത് വീണു. അപ്പോൾ ഒരു 3 മണിയാണെങ്കിൽ 5 മണിയുടെ ഒരു വെളുപ്പാണുള്ളത്. ആ ഇരുണ്ട വെളുപ്പിലൂടെ ഞാൻ ഭ്രാന്തി പിടിച്ച പോലെ ഓടി കിഴക്കോട്ടാണ് ഓടണമെന്നൊക്കെ അറിയാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു സമുദ്രം പോലൊരു സംഭവമാണ്. അത് നൈൽ നദിയോ എന്തോ കടലോ ആണ്. അപ്പോൾ എനിക്ക് അപ്പോഴുണ്ടായിരുന്ന ഒരു ത്രസിപ്പിൽ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. കാര്യം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഉന്മാദമായിപ്പോയി. നമുക്കൊരിക്കലും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് അത്രയും ഇമോഷണലായിട്ട് ഞാൻ അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. ഈജിപ്തിൽ വെച്ച് ഞാൻ വല്ലാതെ അങ്ങ് ഇമോഷണലായിട്ട് ഡിസ്റ്റർബ്ഡായിപ്പോയി. കാര്യം വെള്ളത്തിലൂടെ ഞാൻ ചാടി, ഞാൻ നടന്ന് അപ്പോഴിങ്ങനെ കടലിങ്ങനെ പൊന്തിക്കിടക്കുകയാണ്. ഞാനൊരു തുടയപ്പം വെള്ളമായപ്പോൾ തന്നെ ഞാൻ ഓർത്ത് പേടിച്ചു പോയി. വിജയകുമാർ എൻ്റെ മുറി കിടപ്പുണ്ട്, അടുത്ത മുറിയിലാണ് കിടക്കേണ്ടത്. അയാൾക്ക് അറിയത്തില്ല ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്ന കാര്യം. ഇപ്പോൾ വല്ല ചൊറകോ ചിമിങ്ങലോ വല്ല ഞൊട്ടിയ എന്ന് ചോദിച്ചാൽ
വിഴുങ്ങിക്കളവില്ല. പിന്നെ പിടികിട്ടത്തുമില്ല, അവർക്ക് എനിക്ക് സംഭവിച്ചെന്ന് പോലും അറിയാൻ പാടില്ല വരും. അപ്പോൾ ഞാൻ കൊണ്ട് പേടിച്ച് ഞാൻ ചാടിക്കരക്ക് വീണ് അവിടെ കിടന്ന് അണച്ച് പിന്നെ ഒരു കണക്കിന് വേച്ച് എൻ്റെ മുറിയിലോട്ട് വന്ന്. പിന്നെ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റിയില്ല. 8 മണിയായപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വിജയകുമാരോട് പറഞ്ഞ് ഇന്നലെ രാത്രി അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. പുള്ളിക്ക് ഇങ്ങനെ സങ്കടമായി. കാര്യം എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ച ആളാണ്, പുള്ളിക്ക് അമ്മ കണ്ടില്ല, അതുകൊണ്ട് പുള്ളിയുള്ള ഒരു സങ്കടമത്തെ. പക്ഷെ എനിക്ക് വേറൊരു സംഭവം അറിയാമായിരുന്നു. ആ വായി കൈയിട്ടതിന് എന്തോ ഒരു ഇംപ്ലിമെൻ്റ്, എന്തോ ഒരു മെസ്സേജ് ഉണ്ടെന്നറിയാമായിരുന്നു. അപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളി ഇരിക്കുകയാണ്. ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഞാനതിൻ്റെ മേട ക്ലോസ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ കൊന്തയില്ലേ. കൊന്തയിടും ഞാൻ എന്താണ് അമ്മേ രാത്രി സംഭവിച്ചത്, വായിൽ എന്താ കൈയിട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ബൈബിൾ ഓപ്പൺ ചെയ്ത്. അപ്പോഴാണ് അവരുടെ പ്രസംഗങ്ങളെ അവൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഇന്നീ കാണുന്ന അടയാളങ്ങളെല്ലാം എന്താ സംഭവം, അന്ന് നടന്നത് 2011 നടന്ന സംഭവമാണ്. അപ്പോൾ ഈ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഈ കൃപാസനം ഇങ്ങനെ മാറാൻ തുടങ്ങിയത്. വല്ലാത്ത രീതിയിൽ മാറാൻ തുടങ്ങിയ അടയാളങ്ങളോടുകൂടി തന്നെ ആൾക്കാർക്ക് ദൈവത്തെ അനുഭവിക്കുന്നൊരു ഇടമായിട്ടിത് മാറി. അത് അങ്ങനെ മാറിയതല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫറായി ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായ പള്ളിയിലേക്ക് ഞാൻ വന്ന് സക്രാരി ചാർജ് എടുക്കാൻ വേണ്ടി സക്രാരി തുറന്ന് സക്രാരി പൂട്ടി. അപ്പോൾ കപ്പേര് പറയും ഇനി മധ്യസ്ഥനടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ മധ്യസ്ഥനടുത്ത് പ്രാർത്ഥിക്കാൻ രൂപക്കൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഈജിപ്തിൽ വെച്ച് എൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്, അതേ രൂപമാണ് ഈ രൂപക്കൂട്ടി ഇരിക്കുന്നത്. ഞാനിപ്പം നിങ്ങളോട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയല്ല. ഇനിയും നിങ്ങൾക്ക് നേരം വെളുക്കണം. കാര്യം ഓരോ മതക്കാരും ഓരോ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി വിശ്വാസം അല്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ചില പരിചരണങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇത്രയും ടാഞ്ചിബിളായിട്ടുള്ളത്, അതാണ് ദൈവം ഇങ്ങനെ ഇത്രയും തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഏത് ജനതയുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ. ടേക്ക് ദ ബെഡപ്പോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന